ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇതെന്തോ വീഡിയോ എടുക്കുന്നേ? ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് രാവിലെ തന്നെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട് ഒരാള് റൂമിൽ കയറി വന്നിട്ടുണ്ട്. ആദ്യമേ ആമക്കുട്ടിയും തല വെളിയിലെടുക്കൂ. അവിടെ മാറ്റിയേ. അവിടെ ഒരാൾ രാവിലെ എവിടെയോ പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. എനിക്കിന്ന് ഉച്ചയ്ക്ക് ഡ്യൂട്ടിയാണ്. എവിടെ പോവാ? പള്ളിയിൽ കുമ്പസരിക്കാൻ പോവാണ്. പക്ഷെ ഒരുങ്ങി കെട്ടി കുർബാനയ്ക്ക് പോവാണ് ഒരാള്. ഒരുങ്ങിക്കോ. ഞാൻ പോയി ചായ മേടിച്ചിട്ട് വരാം. അവരവിടെ റൂമിൽ ഒരുങ്ങുവാണ്. ഉച്ചയ്ക്ക് 1:30 ഡ്യൂട്ടി. ഉറക്കം എണീറ്റത് 10:30 കഴിഞ്ഞിട്ടാ. ഒരു ചായ കുടിച്ച് ഫ്രഷപ്പ് ആകാം. പോയി ഒരു ചായ മേടിച്ചിട്ട് വന്ന്. ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നീ രാവിലെ എന്താ കഴിച്ചില്ല? ഒന്നും കഴിച്ചില്ല. ലക്ഷ്മി, നീ രാവിലെ എന്താ കഴിച്ച്? ഇപ്പൊ മനസ്സിലായല്ലോ, പ്രവാസ ജീവിതം എന്ന് പറയുന്നത് പട്ടിണിയും പരിവട്ടമാണ്. ഉച്ചയായി. ഇനി ഓൾമോസ്റ്റ് എല്ലാ ഗൾഫുകാരും രാവിലത്തെ ആഹാരം കഴിക്കത്തില്ലല്ലേ? ഇല്ല. ഇനി ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കും. എന്റെ ചായയാണ്. ഡ്യൂട്ടിക്ക് പോയിട്ട് ഞാൻ എന്തെങ്കിലും കഴിച്ചാലായി. ഞാനാണ് അതില്ലേടാ ബ്രൂട്ടീഷ്യൻ. ചരിച്ചെടുത്താൽ മതി, എന്നെങ്കിലേ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ബ്രൂട്ടീഷ്യൻ ഓഫ് ദി ഡേ. ഇങ്ങോട്ട് കറങ്ങുവാ. ഈ കാർക്കൂന്തൽ ഇത്ര അഴകാക്കി മാറ്റുന്നത് ഞാനാണ്, അല്ലേ? ആണെന്ന് പറയാ. ഇങ്ങോട്ട് നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറയാം. ഒരുങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഷൂട്ടിന് ഒരാള് വന്നിട്ടുണ്ട്. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അതിലെന്നെ വിളി. ക്യാമറ കുളത്തിലോട്ട് ചാടട്ടെ. ഉച്ചയ്ക്ക് അടുത്ത ആളും റൂമിലെത്തിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് എന്നെ കളിയാക്കുന്ന വേറൊരാള്. അതിലേ എന്തിനാണ് കളിയാക്കുന്നേ? അയാളെ വീഡിയോ കാണിക്കണ്ട. പറ, ഒരുങ്ങുന്നില്ലേ? ഞങ്ങൾക്ക് 2 പേർക്കും ഉച്ചയ്ക്ക് ഡ്യൂട്ടി. നീ എന്റെ സ്കിൻ കെയർ ചെയ്യട്ടെ. അത് വീഡിയോയിൽ വരാൻ വേണ്ടിട്ടുള്ളതാ. അവൾക്ക് ഫോട്ടോ എടുക്കുന്നത് ഇവളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച്. അപ്പം പോയി ഒരുങ്ങ. ഞാൻ ഒരുങ്ങുന്ന വീഡിയോ കൂടെ കാണിക്കാം. ചെല്ല്. അവനാണ് തോന്നുന്നു. മാഡം പറഞ്ഞ് വേറെ ആരും കണ്ടല്ലോ, ഞാൻ മാത്രം കണ്ടോളൂ. ഞാൻ എടുത്ത് മാറ്റിട്ടില്ല, നീ തന്നെ എടുത്ത് മാറ്റിയാൽ മതി. ഞാൻ എടുത്ത് മാറ്റുന്നുണ്ടോ എല്ലാരും ചിലപ്പോ നോക്കും. ഞാൻ ഒന്ന് മാനേജർ കൊള്ളോ, കുഴപ്പമില്ലയോ? അല്ല, ഫസ്റ്റ് വാണിംഗ് ആണത്, മനസ്സിലായ? വീഡിയോ എടുക്കുന്നവരെ അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോഴത്തേക്ക് തനിയെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്നോളും. ആണ് ഗെറ്റപ്പ്, ടെക്നോളജി. നിന്നെ മാത്രമല്ല ഒബ്ജക്ട് ചെയ്തിട്ടുള്ളൂ. എനിക്കതൊന്നും അറിയത്തില്ല കേട്ടാ. ഞാൻ പോയാലും വരത്തില്ല. ഏതാണ്? ഇതിനകത്തുണ്ടല്ലോ നിന്റെ ഫേസ് ഡിറക്ട് ചെയ്യാൻ. നിന്റെ ഫേസ് ഡിറക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയോ? മാത്രമേ കടന്നുള്ളൂ. അവിടെ എങ്ങനെയാണ്? അതെങ്ങനെയാണ്? ഞാൻ കണ്ടൂർക്ക് 1:30. അതല്ലതാ. മിണ്ടരുത്, ഞാൻ ഒരുങ്ങട്ട്. കോൺസെൻട്രേഷൻ പോകുന്നു. ചായ തരും, എനിക്ക് വേണ്ട. ഞാൻ നിന്നോണ്ടൊക്കെ താമസിക്കും. ഞാൻ പോയിട്ട് താഴോട്ട് അവിടെ വരുമ്പോ കാണാം. എനിക്ക് വേണ്ട. നല്ല ക്രിസ്പി ആണെന്നാണ് ഉദ്ദേശിച്ചത്. ഓണാണ്. ഇത് എങ്ങനെയാണെന്നറിയാവോ? ഇവിടെ ഇങ്ങനെ നിക്കുമ്പം കണ്ടാ, അത് ഓട്ടോമാറ്റിക്കലി വീഡിയോ ആണ്. അപ്പൊ നീ ഓട്ടോമാറ്റിക് അതിനകത്ത് വന്നു. നീ ഇടുന്നില്ലേ? ഇതാണ്. ഇതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ.
കോസാറക്സിന്റെ സ്നെയിൽ മ്യൂസ്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. യൂട്യൂബിൽ എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാനും ഉപയോഗിക്കുന്നു. സത്യമല്ല, എന്തിനാ ഉപയോഗിക്കുന്നത് എനിക്കറിയത്തില്ല. തീർന്നത്. പക്ഷെ നല്ലതാ, അത് ഇടുമ്പോ മുഖം ഇങ്ങനെ ഒന്ന്. ഇതൊന്നും പുട്ടിയല്ല, ഇതൊക്കെ സ്കിൻ കെയർ ആണ്, മോയ്സ്ചറൈസർ. ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാണ്. സമയം ഇനി അടുത്തത് അതാണ്, അടുത്ത വീഡിയോ. ഇന്ന് വർക്ക് ഡേ, ഇനി അടുത്തത് ഓഫ് ഡേ. ഓഫ് ഡേയിൽ നമ്മള് റൂം ക്ലീൻ ചെയ്യുന്നത്. ഇനി അടുത്തത് എന്തുവാ? ഈ ചൂടത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്ത്? ഷെഡ്യൂൾ എന്തുവാ? സൺസ്ക്രീൻ. നോക്ക്, 50+. പറ ഷെഡ്യൂൾ പറ. ലിപ് ബാം. ഇത് ഏത് കമ്പനിയുടെ? ഇതൊന്നും ഇങ്ങനെ ഇറങ്ങുന്നേ. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഗിംബലിൻ്റെ ചാർജ് പോയി. ഇനി ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് ബാക്കി വീഡിയോ കാണിക്കാം. 1:30 ബസ് വരും, അല്ലെങ്കിൽ എൻ്റെ ബസ് മിസ്സാണ്. ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി സർവീസിനടുത്തോട്ട് പോവാണ്. അങ്ങനെ ഡ്യൂട്ടിക്ക് പോവുകയാണ്. എൻ്റെ കയ്യിലെ സ്റ്റാച്ചു കാണിച്ചു കൊടുത്തത്. സ്റ്റാച്ചുവിൽ തെറ്റാറ്റും വെയിലാണോ? എല്ലാരും ബസ്സിൽ കയറി ഡ്യൂട്ടിക്ക് പോവാണ്. സമയം 1:30. ഇനി രാത്രി 10:30, 10:45 തിരിച്ചു വരും. ഫ്രണ്ട്സിനെ എല്ലാവർക്കും സ്വിങ്ങാം. രാത്രി വന്നിട്ട് കാണാം. ഹലോ, അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞു തിരിച്ചെത്തി. റൂമിൽ വെക്കാൻ വേണ്ടി പുതിയൊരു ചെടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞെത്തി. കുട്ടി പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ പോയത് എവിടുന്നോ റൈസ് പൊറട്ടിയും ബീഫും ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങളിത് ഇർഫാനെയും മഹിമേനെയും വെയിറ്റ് ചെയ്ത് ഞാൻ അവർ വന്നിട്ട് ഒരുമിച്ച് എക്സ്ട്രാ പൊറോട്ടയൊക്കെ മേടിച്ച് ഫുഡ് കഴിക്കും. തുറന്നേടി. അങ്ങനൊരു ടെക്നിക്കുണ്ട്. ബീഫ് കേടായെന്ന് തോന്നുന്നു. ചൂടാക്കിയില്ലേ? ചൂടാക്കി ചെറുതായിട്ട് ആഹാരമാണ് തോൽക്കൂടെ എന്നാണ്. എന്നാ വീഡിയോ പൊറോട്ടി. ഇവിടെ ആണെങ്കിലേ വീട് എടുക്കുന്ന ഇവിടെ മുടിയെ കഴിച്ചിടും. 2 കഴിഞ്ഞിട്ടായിരുന്നു കഴിക്കാൻ പറ്റുന്നില്ല. മെയിൻ കോമഡി ക്യാരക്ടറാണ് ഫാൻസിന്റെ യൂട്യൂബ് ബ്ലോഗില്. അതുല്യ ജോൺസൺ ഇടുക്കി. ഇർഫാന് കണ്ണൊരുമാതിരിക്കുന്നല്ലേ? ഇതൊക്കെ എടുത്ത് യൂട്യൂബിലിടല്ലേ? എല്ലാം ഇടും. ഇവളെല്ലാം ഇടൂടാ. കണ്ടില്ല ഞാനിപ്പോ ഇരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നത്? 5